സാർ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വയനാട്ടിലേക്ക് വരുമ്പം ഉണ്ടാവുന്ന പല സംശയങ്ങളുണ്ട്. വലിയ വലിയ ആശങ്കകളുണ്ട്. ഇതൊക്കെ എന്തൊക്കെ ആയിരിക്കും ഒരു സാധാരണഗതിയിൽ ഒരു കസ്റ്റമറിന് ഉണ്ടാവുക? അപ്പോ അതില് ഏറ്റവും മെയിൻ ആയിട്ട് ഉം. നമുക്ക് നല്ലൊരു സ്റ്റേ അത് എവിടെ കിട്ടും അതായിരിക്കുമല്ലോ എന്തായാലും. കാരണം ഒന്നെങ്കിൽ വയനാട് വരിക, സ്ഥലങ്ങൾ കാണാൻ, സ്റ്റേ ചെയ്യാൻ, അത് രണ്ട് രീതിയിലാണ് വരിക. അപ്പോൾ ആദ്യം സ്റ്റേ എടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റേ എവിടെ കിട്ടും എന്നുള്ളതാണ് ആദ്യം സംശയം ഉണ്ടാവുക. കാരണം ചിലപ്പം ഫാമിലി ആയിട്ടായിരിക്കാം, ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, ഒരു പക്ഷേ കപ്പിൾ ആയിട്ടായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങളും വേറെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഒരു സ്റ്റേ അത് എവിടെ കിട്ടും, അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഉണ്ടാവുക നമുക്ക് നല്ല ഭക്ഷണം, വയനാടിന്റെ തനതായ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും ചിലർക്ക് വേണ്ടി വരിക അല്ലേ. വേറൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ നാടിന്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട്, അതെവിടെ കിട്ടും. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടുകൾ ഉണ്ടാവും, അതെവിടെ കിട്ടും എന്നുള്ളത്. പിന്നെ ഉള്ളത് ഏത് മാർഗം, അതായത് ഏതാണ് നല്ല വഴി. പല വഴിയിലൂടെയും വയനാട്ടിലേക്ക് വരാം. അപ്പോൾ ഏതാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള വഴി അത് നോക്കും വേണ്ടേ. അതാണ് മെയിൻ ആയിട്ട് വരുന്ന കാരണങ്ങൾ. പിന്നെ ഏതൊക്കെയാണ് ഹിഡൻ സ്പോട്ടുകൾ ഉള്ളത്, ഹിഡൻ ജമ്മുകള്, പിന്നെ അറിയപ്പെടുന്ന കുറെ ടൂറിസ്റ്റ് സ്പോട്ടുകളും. ഇതെങ്ങനെ കവറപ്പ് ചെയ്യാം? ഞാനിപ്പോ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടെ. അപ്പൊ ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, പ്രയോറിറ്റിയും കൊടുക്കുന്നത് അവിടുത്തെ ഒരു റിസോർട്ടിനെ എടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് സുരക്ഷിതമാണോ, അത് ബാച്ചിലേഴ്സ് വരുമ്പോൾ എല്ലാ ഫാമിലി വരുന്നത്. അപ്പോൾ ചിലപ്പം ക്യാമറ കൊണ്ടോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിലോ ഫാമിലിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ എന്നുള്ളതിനെ പറ്റിയൊരു ആശങ്ക ഉണ്ടാവും. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഇപ്പൊ എന്താണ് കൊടുക്കാൻ കഴിയുക? അത് ട്രിപ്റ്റിക്ക് മുന്നോട്ട് വെക്കുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് വയനാട് ഇവിടെ റിസോർട്ടുകൾ ഉണ്ട്. പിന്നെ നമ്മളെ അണ്ടറിൽ 100-150ഓളം പ്രോപ്പർട്ടീസ് നമ്മളെ അണ്ടറിൽ വരുന്നതുണ്ട്. ഇവരോടൊക്കെ നമ്മൾ പോയി കണ്ട് സംസാരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതും റിയൽ ടൈമിലുള്ളത്, അതാണ് കസ്റ്റമറിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അത്രയും ട്രാൻസ്പെറൻസി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ റീൽസ് കണ്ടിട്ട് വരുന്ന, അതായത് ഇപ്പൊ കുറെ ഹിഡൻ സ്പോട്ടുകൾ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ റീൽസ് കണ്ടിട്ട് ഞാൻ വരികയാണ്. അപ്പോൾ വന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ചുറ്റിക്കറങ്ങി പോകുമ്പോൾ ആ ഒരു വൈബോ അല്ലെങ്കിൽ അതുമായി എനിക്ക് അനുഭവിച്ച് ആസ്വദിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടുന്നില്ല. ഇപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് എന്തൊക്കെ ട്രിപ്റ്റിക്ക് മുന്നോട്ട് വെക്കുന്നത്? ട്രിപ്റ്റിക്ക് കുറെ കാലങ്ങളായി വയനാട്ടില് മുക്കിലും മൂലയിലും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമറിലേക്ക് നല്ല എക്സ്പീരിയൻസിന് സാധനം എത്തിക്കുക, കസ്റ്റമറിലേക്ക് എത്തിക്കുക, നല്ല ഹിഡൻ സ്പോട്ടുകൾ. അതാണ് വയനാട്ടിൽ ഇത്രയും കാലം ട്രിപ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേജ് നോക്കിയാൽ അവർക്ക് എന്തായാലും മനസ്സിലാവും. ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഏത് രീതിയിലും കപ്പിളാണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആർക്കും ട്രിപ്പുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായും. അപ്പൊ ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ തന്നെ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കസ്റ്റമേഴ്സ്, അതേപോലെ തന്നെ ഗൈഡ്, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഗൈഡ് കൊടുക്കുക. അതായത് നിങ്ങൾ യാത്ര തുടങ്ങി, അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നതോടെ ഫ്രീ ആയിട്ട് ഓൺലൈൻ, ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഫുൾ ടൈം അവരെ കൂടെ ഇല്ലെങ്കിലും വെർച്വലി നമ്മൾ അവരെ കൂടെ ഉണ്ടാവും. ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ 24/7 എന്നൊന്നും പറയാം. അവരെ കൂടെ ഓൺലൈൻ അസിസ്റ്റൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് ട്രിപ്റ്റിക്ക് തരുന്ന അഷുറൻസ് ആണ്.